മലയാളികളായ മുഖത്ത് എപ്പോഴും ടെൻഷനും, നമ്മളാകെ ഒരു മനുഷ്യനോട് ചിരിക്കാതെ ഇങ്ങനെ ബേജാറായിട്ടാണ് നിൽക്കുക. ഏത് സമയം എപ്പോൾ നോക്കിയാലും ടെൻഷനാണ്. അപ്പം എന്തേ നമ്മളിങ്ങനെ ചിരിക്കാത്തത്? എന്തേ നമ്മൾ പുഞ്ചിരിക്കാത്തത്? എന്തേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരാത്തത്? ഒന്നും ഉണ്ടാവില്ല. 15 കൊല്ലം കഴിഞ്ഞ് കെട്ടിക്കാനുള്ള കുട്ടനെ പറ്റിയ കരപ്പം ആലോചിക്കുന്നുണ്ടാവുക. എൻ്റെ കുട്ടിക്ക് 5 വയസ്സായാലും 20 കെട്ടിക്കുകയാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാൽ റബ്ബേ ഞാൻ എന്താ ചെയ്യുക? ആ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഇപ്പം ആലോചിച്ച് ഈ സാധു ചിരിക്കാണ്ട് സങ്കടപ്പെട്ട് നടക്കേണ്ട എൻ്റെ കാര്യം ഭയങ്കര പോക്കാണ്. നോക്കട്ടെ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ മുഖത്ത് 2 കണ്ണല്ലാഹു തന്നിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിവറും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത്. നിങ്ങളുടെ കണ്ണ്, ഒരാൾ ചോദിക്കുക 2 കോടി തരാം, നിങ്ങളുടെ 1 കണ്ണ് തരുമോ എൻ്റെ വാപ്പാക്ക് വെച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കൊടുക്കുവോ? നിങ്ങളുടെ കണ്ണിന്റെ വില എത്രയാണ്? നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ സമയത്തും പൈസ ഉണ്ടാവുമോ? അതുണ്ടാവും, പോകും. കുറച്ച് കടം വാങ്ങേണ്ടി വരും, കുറച്ച് വായ്പ വാങ്ങിക്കേണ്ടി വരും. എന്നാലും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ. നമുക്ക് പുഞ്ചിരിച്ച് കണ്ടുകൂടെ മനുഷ്യന്മാരെ? അങ്ങോട്ട് ഒരു മനുഷ്യനെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് കൂലിയാണ്, സ്വതക്കയാണ്. മലയാളി മുസ്ലിങ്ങൾക്ക് ആ സ്വതക്ക കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ചിരിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടൊന്ന് സ്വതക്ക കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ടെൻഷൻ, എൻ്റെ ടെൻഷൻ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് മരിക്കണവരെ തീരൂല. എല്ലാ ടെൻഷൻ തീർന്നിട്ടപ്പോൾ മനുഷ്യന്മാർ സന്തോഷിക്കുന്നത്, ചിരിക്കുന്നത് അല്ല. പുണ്യ നബി തങ്ങൾ 6 മക്കളെ, 7 മക്കളാ തങ്ങൾക്കുണ്ട്. 6 മക്കളെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സങ്കടം നമ്മൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 6 മക്കൾ നഷ്ടപ്പെട്ടു പോയ വാപ്പമാരോട് ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരാൾ? 6 മക്കൾ മരിച്ചുപോയി, വാപ്പ ജീവിച്ചിരിക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ ഉണ്ടെങ്കിൽ. 6 മക്കൾ മരിച്ചുപോയ വാപ്പയാ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റി എന്താ പറഞ്ഞത് സ്വഹാബികൾ? കാന ദായിമൽ ബിശ്രി, തങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പുക ഉയരാറില്ല, പക്ഷെ നബി പുഞ്ചിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നവർക്ക് മുഴുവനും പോസിറ്റിവിറ്റി, പോസിറ്റീവ് വൈബുകൾ നബി തങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ. ഹി വാസ് സ്പ്രെഡിങ് പോസിറ്റിവിറ്റി അക്രോസ് നേഷൻസ്. നബി തങ്ങളുടെ നാട്ടിൽ മാത്രം എല്ലാ നാട്ടുകാർക്കും സ്മൈൽ ആൻഡ് ഹാപ്പിനെസ്, ഇതായിരുന്നു ഹബീബ നബി തങ്ങൾ കൊടുത്തിരുന്നത്. സന്തോഷവും പുഞ്ചിരിയും അതൊരു സ്വതക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിധമാണ് സൃഷ്ടിച്ചത്. അത് റബ്ബിന്റെ തീരുമാനമാണ്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه